ഹായ്. ഹലോ. നോക്കൂ, അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഈ അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്താ? അതിപ്പോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൊരു സിനിഫൈൽ ആയതുകൊണ്ട് നമുക്ക് ഒരാൾ സിനിമ രീതി തന്നെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉദാഹരണം പട എന്ന് പറഞ്ഞ സിനിമ. പട എന്ന് പറഞ്ഞ സിനിമ. പട കുഞ്ചാക്കോ ബോബനൊക്കെ അഭിനയിച്ച മനസ്സിലായി, വിനായകരൊക്കെ അഭിനയിച്ച ആ ഒരു സിനിമ ഒരു അത് നല്ലൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എന്നാൽ അത് തിയേറ്ററിൽ അത് ശരിക്കും കളിച്ചില്ല. അത് അർഹിക്കുന്ന ഒരു വിജയം അതിന് കിട്ടിയില്ല. അതിന് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയാണ്. അപ്പോ അത് അങ്ങനെ പറയുമ്പോൾ അതൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട 5 ക്രൈം മലയാളം മൂവീസിനെ കുറിച്ചാണ്. സോ വെൽക്കം ടു അയ. അപ്പോ നീ നിന്റെ ആദ്യത്തെ സിനിമ പറ. നിനക്ക് ക്രൈമിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ മലയാളം സിനിമ ഏതാണ്? ഇപ്പോ എനിക്ക് ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന പേരാണ് നായാട്ട്. 2021 ഇറങ്ങിയ മാർട്ടിൻ പ്രക്കാടിന്റെ നായാട്ട് എന്നൊരു സിനിമയാണ് എന്റെ മനസ്സിൽ ആദ്യം വരുന്നത്. നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു ആൾക്കാരാണ് പോലീസുകാരെ നമുക്ക് എപ്പോഴും പേടി. ആ പോലീസുകാരെ പപ്പറ്റാക്കി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാർ. അതെ, ഭരിക്കുന്ന ഗവൺമെന്റ്. ആ രാഷ്ട്രീയക്കാർക്ക് ആ ഗവൺമെന്റിനാണ് ഇവരെ പപ്പറ്റ് പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോ ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ പോലീസുകാർക്ക് ഇടയിൽ പറ്റിയ ഒരു ക്രൈം, അത് ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് അവര് രാഷ്ട്രീയക്കാര് അത് മുതലെടുക്കുന്നതാണ്. അത് വേട്ടക്കാരെ വേട്ടയാടപ്പെടുന്നത് എങ്ങനെയാണ്, അതാണ് അത് ക്ലീൻ ആയിട്ട് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് വേട്ടക്കാരാണ്, പോലീസുകാർ വേട്ടക്കാരാണ്. അവര് വേട്ടയാടുമ്പോ എന്ത് സംഭവിക്കും, അവരെ വേട്ടയാടുമ്പോൾ എന്ത് സംഭവിക്കും, അതാണ് ഈ സിനിമന്റെ ഉള്ളടക്കം. അത് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതില് അഭിനയിച്ചിരിക്കുന്ന കുഞ്ചാക്കോ ബോബൻ, ജോജു, പിന്നെ നമ്മുടെ നിമിഷ. ഇവർക്ക് 3 പേർക്കും 3 കഥാപാത്രങ്ങളാണ്. ഈ 3 കഥാപാത്രങ്ങളിലും ഇതില് ജോജു എന്ന് വെച്ചാൽ ഫാമിലി മാൻ ആണ്. പുള്ളി ഒരു താഴ്ന്ന ജാതിയിലുള്ളതാണ്. ഇതിൽ താഴ്ന്ന ജാതിയിലുള്ള ആളാണ്. അപ്പോ പുള്ളി എന്ന് വെച്ചാൽ പുള്ളിയുടെ ഫാമിലിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, പെണ്ണും നോക്കിക്കൊണ്ടിരിക്കും, ഫാമിലി ആൾക്കാർ പെണ്ണു നോക്കും. അതുപോലെ തന്നെ ഈ നിഷയുടെ ക്യാരക്ടറും അതുപോലെ തന്നെയാണ്. പക്ഷെ നിമിഷയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു പാവം ക്യാരക്ടർ പോലെ ഇത് കാണിക്കുന്നത്. ഇത് പോകുമ്പോഴും ഒരു പാവം, പക്ഷെ ആവശ്യമുള്ള സമയത്ത് കറക്റ്റ് ഒരു പോലീസുകാരും ആവുന്ന രീതിയും പിന്നെ പുള്ളിക്കാരത്തി ചിന്തിക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിട്ടാണ്. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആണ്. ഇത് ക്ലൈമാക്സ് നിർത്തുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആയി പോകും. പക്ഷെ ക്ലൈമാക്സിൽ ഇത് നിർത്തി കഴിയുമ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പ്രേക്ഷകർക്കാണ് ഇനി എന്താ സംഭവിക്കുക എന്നുള്ള രീതിയിൽ ഈ സിനിമ നമ്മ എന്ത് ചിന്തിക്കുന്നു അതാണ് ഈ സിനിമയിലെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ആ ഒരു ക്ലൈമാക്സിനാണ് എല്ലാവർക്കും ഒരു ഇത്. കാരണം ഒരു കഥയാവുമ്പോൾ അതിലൊരു കമന്റ് ആണ്, അത് കഥയാവുമ്പോൾ കഥയെ ഫുള്ളും പറഞ്ഞു തീർക്കണം, അല്ലാതെ അവസാനം അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ എന്താ അങ്ങനെയൊക്കെ കുറെ കമന്റ് ഉണ്ട്. എനിക്ക് തോന്നണില്ല ക്ലൈമാക്സ് കൊണ്ട് മാത്രമാണെന്നുള്ളത്. ഇതിപ്പോ എന്താ പറയാ, പ്രേക്ഷകരുടെ കുറ്റം എന്ന് മാത്രം ഞാൻ പറയൂല. കാരണം സിനിമ ആസ് വെൽ അടിപൊളി സിനിമയാണ്. പക്ഷെ എവിടെയൊക്കെ ഒരു ചെറിയ തകരാറുണ്ട് സിനിമക്ക്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇടയ്ക്ക് തോന്നാറുണ്ട്. സിനിമ അടിപൊളി സിനിമ തന്നെയാണ്. ഇപ്പൊ ക്ലൈമാക്സ് മാത്രമല്ല, ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാർക്കാണ് സിനിമ. ഡാർക്കാണ്. ആ ഡാർക്ക് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ മാത്രമേ സിനിമ കാണുള്ളൂ. മനസ്സിലായോ? പടം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നല്ല അണ്ടർ റേറ്റഡ് ആയിട്ട് തന്നെയാണ്, നല്ല അണ്ടർ റേറ്റഡ് സിനിമ തന്നെയാണ്. പക്ഷെ എന്നാലും പ്രേക്ഷകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം സിനിമ ചെയ്തിരിക്കുന്നത് കട്ട ഡാർക്കായിട്ടാണ്. ഇതാണ് എന്റെ ആദ്യത്തെ സിനിമ. സോറോയുടെ ആദ്യത്തെ സിനിമ ഏതാണ്? എന്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാല്, ഞാനിപ്പോ നീ പറഞ്ഞപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കണമായിരുന്നു ആ സിനിമ പറയണോ. കാരണം ഞാൻ കുറച്ച് പഴയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പൊ ഈ 80s 90s ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ട്. അത് പത്മരാജന്റെ സിനിമയാണ്. പത്മരാജന്റെ സിനിമ ആ സമയത്ത് കണ്ടിരുന്നപ്പോൾ ഭയങ്കര ക്രേസ് ആയിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടതാണ്. അതെനിക്ക് ഒരു തവണ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും ഞാൻ കണ്ടിട്ടാണ് വീണ്ടും കണ്ടിട്ടാണ് എനിക്ക് ആ സിനിമ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. സിനിമയുടെ പേര് കരിയിലക്കാറ്റ് പോലെ എന്നാണ്. 1987 86 വന്ന സിനിമയാണ്.
അതില് മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് മമ്മൂട്ടിയുണ്ട്, മോഹൻലാലും ഉണ്ട്. അതെ, മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ് മെയിൻ. പക്ഷെ പുള്ളി സിനിമ തുടങ്ങണതെന്ന് പറഞ്ഞാൽ, സിനിമ തുടങ്ങണല്ല, സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാല് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ, അയാള് ഒരു ദിവസം മരിക്കുകയാണ്. ഒരു ഗൺ ഇതിൽ വെച്ചിട്ട് മരിക്കുകയാണ്. ഗണ്ണ് വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ട് മരിക്കുകയാണ്. അപ്പോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്ന ക്യാരക്ടറാണ് മോഹൻലാലിന്റെ ക്യാരക്ടർ. അപ്പൊ മോഹൻലാൽ ഈ ക്രൈം അന്വേഷിക്കുന്നതാണ് ത്രൂ ഔട്ട് കഥ. പക്ഷെ ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇങ്ങനെയൊക്കെ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഭയങ്കര ബ്രില്യന്റ് ആണ്. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ലീഡ് എന്ന് പറയുന്നത് ഒരാളാണ്. ഇതിന് ഈ മോഹൻലാൽ ഇത് അന്വേഷിച്ച് വരുന്നത് മൊത്തം സംശയം എല്ലാം പോകുന്നത് ഫീമെയിലിലേക്കാണ്. അപ്പൊ തന്നെ നമുക്ക് ഈ ക്യാരക്ടറിന്റെ ഒരു ബേസ് മനസ്സിലാവും. മൊത്തം ചുറ്റും ഇയാൾക്കുള്ള റൂമേഴ്സ് എല്ലാം പെണ്ണുങ്ങളായിട്ടുള്ള റൂമേഴ്സ് ആണ്. സോ ഫീമെയിൽ ആയിട്ടുള്ള ഇതിലുള്ള ആൾക്കാരാണ് ഇവർ അന്വേഷിച്ച് പോകുന്നത്, മോഹൻലാൽ അന്വേഷിക്കുന്നത്. അപ്പൊ മോഹൻലാലിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ് റോഡ് സിനിമ. പുള്ളി ഇങ്ങനെ ഓരോന്ന് അന്വേഷിച്ച് വരുന്നതും ഓരോന്ന് റിവീൽ ആവുന്നതും നമ്മള് ഇപ്പൊ എന്താ പറയാ, പണ്ടത്തെ ഹോളിവുഡ് സിനിമകളൊക്കെ കാണില്ല. ഇപ്പൊ ഡേവിഡ് ഫിഞ്ചറിന്റെ സിനിമകളാണെങ്കിലും ഇപ്പൊ ഹിച്ച്കോക്കിന്റെ സിനിമകളൊക്കെ കാണുന്ന നമുക്ക് ഓരോ പോയിന്റ് എത്തുമ്പോൾ ഒരു റിവീൽ ഉണ്ടാവില്ല. ഓ റിവീൽ ഇങ്ങനെ പുള്ളി അഴിച്ചഴിച്ച് ഒരു കെട്ടഴിക്കുന്ന പോലെ അഴിച്ചഴിച്ച് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു അടി തരും. ആ ഒരു അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പാക്ട് ആണ് നമുക്ക് കിട്ടണം. ഇപ്പൊ പോലും നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ചിന്തിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ക്ലൈമാക്സ് അവർ നിർത്തിയിരിക്കുന്നത്. ആ ഒരു സംഭവം കൊണ്ട് മാത്രം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ആ സമയത്ത് ഞാൻ എന്റെ വീട്ടിലുള്ളവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു അങ്ങനത്തെ ഒരു സിനിമ കുറച്ചുപേര് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ബ്രില്യന്റ് സിനിമയാണ്. അത് അത്ര വിചാരിച്ച ഒരു വിജയം അതിന് കിട്ടിയില്ല, അർഹത കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് അതൊരു അണ്ടർ റേറ്റഡ് സിനിമയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ നിന്റെ അടുത്ത സിനിമ ഏതാണ്? എന്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നായാട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിലെ റൈറ്റർ ഉണ്ട്, പുള്ളിയുടെ പേര് ഷാഹിദ് എന്നാണ്. പുള്ളിയുടെ ആദ്യത്തെ സിനിമ ഉണ്ട്. പുള്ളി എന്ന് വെച്ചാൽ പുള്ളിയുടെ സിനിമ ഇതിനു മുമ്പത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോസഫ് ഇല്ലില്ല, പുള്ളി റൈറ്ററാണ്. റൈറ്റ് ചെയ്ത പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ഇപ്പൊ പറയാൻ പോണത്, ഇലവീഴ പൂജ. ആദ്യമായിട്ട് എഴുതി സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് ഇലവീഴ പൂഞ്ചിറ. അതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമയിൽ അധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. അങ്ങനെ എന്തോ 3-4 ക്യാരക്ടറുള്ളൂ. ആ വെച്ചാൽ അതിലുള്ള ആ ഒരു ഇടുക്കിയിൽ ഒരു ഹിൽ സ്റ്റേഷനിൽ ഒരു ഹിൽ സ്റ്റേഷനിൽ ഒരു ടവർ ഉണ്ട്, മറ്റേ റേഡിയോ ടവർ എന്ന് പറയുന്നത്, പോലീസുകാരുടെ റേഡിയോ ടവർ ഉണ്ട്. അവിടെ നടക്കുന്ന ഒരു കേസ്, ഒരു സ്റ്റോറിയാണ് അവിടെ ശരിക്കും പറഞ്ഞത്. ഇത് ഫസ്റ്റ് നടക്കുന്ന ഒരു ക്രൈം കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. ക്രൈം നടന്നു കഴിഞ്ഞിട്ടുള്ള അതിന്റെ അവിടുന്ന് തുടങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്തായാലും നടക്കുന്ന എന്നുള്ള ഒരു സ്റ്റോറിയാണ് അവിടെ മൊത്തം കാണിക്കുന്നത്. അവിടെ മൊത്തം സൈലന്റ് ആയി, കൂടുതൽ സിനിമ കാണിക്കുന്നത് സൈലന്റിലാണ്. പക്ഷെ ആ സൈലന്റ് നമുക്ക് പേടി വരും, ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ പോകുന്തോറും നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും. എന്താണ് ഇത് കാണിക്കുന്നത്, ഫസ്റ്റ് എന്താ കാണിച്ചത്, പിന്നെന്താ നടക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി വരും. ഇതില് സൗബിനാണ് ഇതിനകത്ത് അഭിനയിച്ചിരുന്നത്. ഇതിന്റെ മെയിൻ ക്യാരക്ടർ സൗബിനും സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവർ രണ്ടുപേരാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഇവർ രണ്ടുപേരും മാത്രമുള്ള ഇതിലായിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ രണ്ടുപേരും മികച്ച ഒരു അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയാണ്. ഇതിൽ നടക്കുന്ന കേസ് ക്രൈം എന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളിൽ നടന്നൊരു ക്രൈം ഉണ്ട്. അപ്പൊ ഈ ക്രൈം ഒരാളുടെ തലയിൽ ഏൽപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇതാണ്. അയാൾ ചെയ്ത് തെറ്റി ഇതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കൊന്ന പാവം തിന്നാ തീരും എന്നുള്ള പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതിനായിട്ട് ഈ സിനിമ മൊത്തം നമുക്ക് ഇതാക്കുക. കാരണം നമ്മ മനഃപൂർവ്വമോ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ചെയ്യുന്ന ക്രൈമാണിത് ശരിക്കും പറഞ്ഞത്. പക്ഷെ ക്രൈം ചെയ്യുന്ന ആൾക്ക് ക്രൈം ചെയ്തെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ പുള്ളിനെ കൊണ്ട് തന്നെ ഇത് ചെയ്ത ക്രൈം പുള്ളി തന്നെയാണ്, പുള്ളിനെ കൊണ്ട് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സിനിമയാണ്. ഇനിയിപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആയിപ്പോ. പക്ഷെ നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഇരിക്കണം, ഇരുന്നാലേ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ റീൽസ് കാണുന്ന സ്പീഡിലൊന്നും ഈ സിനിമ കാണാൻ പറ്റൂല. നല്ല സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് സിനിമ പോകുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല, പാട്ടില്ല. ഇപ്പൊ പറയാനാണെങ്കിൽ നമ്മളൊരു എന്താ പറയാ, ഒരു പഴയ ജാപ്പനീസ് മൂവി ഒക്കെ കാണുന്ന ഒരു ഫീലാണ്. ഒരു ഭയങ്കര മെമ്മറീസ് ഓഫ് മർഡർ ആ ഒരു ടൈപ്പ് ഓഫ് ഇതിലാണ് ട്രീറ്റ്മെന്റ് ആണ് ഈ പടത്തിന്. സ്ലോയിൽ തുടങ്ങിയിട്ട് പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്പീഡ് ആവണ്ട, അതുവരെ സ്ലോയിൽ ഇങ്ങനെ പോകും. ഇതിനകത്ത് ഓരോ ക്യാരക്ടറിന്റെ ഓരോ ക്യാരക്ടർ ഉണ്ട്. ഇതിനകത്ത് സൗബിന്റെ ക്യാരക്ടർ ആയാലും പിന്നെ സുധീന്റെ ക്യാരക്ടർ ആയാലും അവരെ ക്യാരക്ടർ എന്താണെന്ന് കാണിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു ഇങ്ങനെ കപ്പിള് വന്നിരിക്കുന്ന സീനുണ്ട്. അപ്പൊ സുധി
അത് കണ്ട് എൻജോയ് ചെയ്യുന്നതും സൗബിൻ അവരെ ഒട്ടിക്കുന്നതുമായിട്ടുള്ള സീൻ അത് ആ രണ്ട് സീൻ കാണുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ക്യാരക്ടർ മനസ്സിലാവും. അപ്പൊ ഇനി അധികം പറഞ്ഞാൽ ചിലപ്പോൾ ഇത് സ്പോയിലറായി, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പൊ സൊറോ അടുത്ത പറഞ്ഞോ. എന്റെ അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ കുറച്ച് പഴയ ആളാണ്, ഞാൻ കുറച്ച് പഴയ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ എന്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞത് ഉത്തരം എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് 89 തോന്നുന്നു, ആ സമയത്ത് ഇറങ്ങിയതാന്ന് തോന്നുന്നു. മമ്മൂട്ടിയുടെ സിനിമ. മമ്മൂട്ടിക്ക് നല്ലൊരു റോളാണ്. കാരണം മമ്മൂട്ടി ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് മമ്മൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ട് മമ്മൂട്ടിയുടെ കാണണം. അതായത് ഒരു പുള്ളിക്കാരനൊരു എന്താ പറയാ, ജേർണലിസ്റ്റ് ആണ്, ജേർണലിസ്റ്റ് കം ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള രീതിയിലാണ് പുള്ളി ഇതില് ക്യാരക്ടർ. ജേർണലിസ്റ്റ് ആണെന്നാണ് എന്റെ ഓർമ്മ, ഞാൻ പണ്ട് കണ്ടതാണ്, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഈ സിനിമ തുടങ്ങുന്നത് ആ ഫസ്റ്റ് സീൻ എന്തായാലും പറഞ്ഞാൽ ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു നല്ല ഇപ്പൊ നമ്മള് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയില്ലേ കരിയിലെ കാറ്റ് പോലെ, അതേപോലെ തന്നെയാണ്. ഒരു റൈറ്റർ, ഒരു ഫേമസ് റൈറ്റർ, അവര് ഒരു സ്ത്രീയാണ്, അവര് സെലിൻ എന്ന് പറഞ്ഞിട്ട്. ആ റൈറ്റർ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ വീട്ടിലിരിക്കുന്ന ഗണ്ണ് വെച്ചിട്ട് സ്വയം വെടിവെച്ച് മരിക്കാം. ഈ ക്രൈം നടന്നിട്ട് അവരുടെ ഭർത്താവായിട്ട് വന്നേക്കുന്ന സുകുമാരനാണ്. സുകുമാരൻ മമ്മൂട്ടി ഫ്രണ്ടാണ്. മമ്മൂട്ടിയോട് ഇതിന്റെ പുറകിലുള്ളത് എന്താണ് കണ്ടുപിടിക്കാൻ മമ്മൂട്ടിനെ അഴക്കുന്നതാണ് ത്രൂ ഔട്ട് സിനിമ. മമ്മൂട്ടി ആ ഉത്തരം തേടിയിട്ടുള്ളത് എന്തിന്? കാരണം അവര് പുറത്തു നോക്കി കഴിഞ്ഞാൽ അവര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവര് ഫേമസ് ആണ്, അവർ നല്ലോണം പോയറ്റാണ്, കവിത്രിയാണ്. അവര് നല്ല നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ്. അവർ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് മമ്മൂട്ടി അന്വേഷിച്ച് പോകുന്നതാണ് കഥ. നേരത്തെ കരിയിലെ കാറ്റ് പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഓരോ സാധനങ്ങളും ഇങ്ങനെ അഴിച്ച് കൊണ്ടുവന്ന് ക്ലൈമാക്സിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു അടിയിൽ തരും. അതിലെന്ത് ഇമ്പാക്റ്റ് ആണ് കിട്ടിയത്? അതിന്റെ ഒരു ഒരു 10 ഇരട്ടി ഇമ്പാക്ട് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അത്രയും ഗംഭീരമായിട്ടാണ് ഈ പടം ചെയ്തേക്കുന്നത്. ഡയറക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, VKP എന്ന് പറഞ്ഞിട്ടാണ്. VK പ്രകാശ് അല്ല കേട്ടോ, VK പവിത്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ്. സംഭവം ഞാൻ ഈ പടമൊക്കെ കാണുമ്പോൾ എനിക്ക് അറിയില്ല ഇതിന്റെ റൈറ്റർ ആരാണെന്ന് എനിക്ക് അറിയില്ല. റൈറ്ററിനെ കുറിച്ച് ഞാനിപ്പോ ഇപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോഴാണ് MT വാസുദേവൻ നായരുടെ കഥയാണ്. MT വാസുദേവൻ നായരാണ് ഇത് എഴുതിയേക്കുന്നത്. ഞാൻ ആലോചിച്ചു പുള്ളി ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒക്കെ എഴുതുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പുള്ളിയുടെ ഒരു റേഞ്ച് കണ്ടേക്കാൻ താഴ്വാരം ഞാൻ കണ്ടിട്ടുണ്ട്, ആ ഒരു റേഞ്ച് ഞാൻ കണ്ടു. പക്ഷെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ എഴുതുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പുള്ളിയെ ഒരു ഇംഗ്ലീഷ് നോവൽ ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. റഫേന്റെ മോറി എന്ന് പറഞ്ഞ ഒരു റൈറ്ററിന്റെ പുള്ളിക്കാരത്തിന്റെ ബുക്ക് ഉണ്ട്, നോ മോട്ടീവ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. ആ ബുക്ക് ബേസ് ചെയ്തിട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇൻസ്പയർ എന്നല്ല, അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ സെയിം കഥ തന്നെയാണ് ഇതിൽ. അപ്പൊ ഈ സ്ത്രീ മരിച്ചല്ലോ, അപ്പൊ ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്ന ഇപ്പൊ അവർ ജീവിക്കുന്ന നിലവിലുള്ള സാഹചര്യം എല്ലാം ഭർത്താവ് പറഞ്ഞു കൊടുക്കും. സുകുമാരന്റെ ക്യാരക്ടർ ഇവരെ പാസ്റ്റ് അന്വേഷിച്ച് പോവാണ്. നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. കാരണം ഒരു ക്യാരക്ടർ അയാളുടെ പാസ്റ്റ് അന്വേഷിച്ച് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ അടുത്ത് കണ്ടത്, ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മളൊരു പടം കണ്ടിട്ടുണ്ട്, നമ്മുടെ നിവിൻ പോളി ഒരു തമിഴിലെ ഒരു സിനിമ ഇതില്ലേ, അതിന്റെ ഒറിജിനൽ പുളിയുടെ അറിവ് കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, കന്നഡ മൂവി. റിച്ചി എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ട്, നിവിൻ പോളിയുടെ. അത് ഇതിന്റെ റീമേക്ക് നമ്മുടെ രാക്കറ്റ് ഷെട്ടിയിൽ ആ പുള്ളിക്കാരന്റെ സിനിമയാണ്. അതും ഇതേപോലെ തന്നെയാണ്. ഒരാളുടെ പാസ്റ്റ് അന്വേഷിച്ച് പോകുന്നത്, പാസ്റ്റിൽ അയാൾ എന്താണ് ചെയ്തത്, ആ പാസ്റ്റിലേക്ക് പോകുമ്പോ കിട്ടണ നമുക്കൊരു സാധനം ഉണ്ടല്ലോ. അതും ഈ കഥയുടെ ഫ്രഷ്നെസ് ആണ്. അതിപ്പോഴും നമുക്ക് നിൽക്കും. അങ്ങനത്തെ ഒരു കഥ ഇപ്പോഴും മലയാളത്തിൽ ചെയ്യാൻ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവില്ല. അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഇതുപോലത്തെ സിനിമകളൊക്കെ ആ സമയത്ത് അവാർഡ് സിനിമകളാന്ന് പറഞ്ഞിട്ട് അവാർഡ് മാത്രമല്ലടാ, ഇപ്പൊ എന്താ പറയാ, ആൾക്കാർക്ക് ഇരുന്ന് കാണാതെ ക്രൈം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ മറ്റേ ഒന്നെങ്കിൽ മറ്റേ ഫൈറ്റ്, ഗൺ ഫൈറ്റ്, ഗാങ്സ്റ്റേഴ്സ്, അങ്ങനെയുള്ള രാജാവിന്റെ മകൻ പോലത്തെ സിനിമകളായിരിക്കും അവർ ഉദ്ദേശിക്കണം. മനസ്സിലായി? ഇത് ഭയങ്കര സ്ലോ ബേണറാണ്. അതാണ് ആ സമയത്ത് അധികം ഈ സിനിമ അധികം ഓടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ അടുത്ത് TV വന്നപ്പോഴാണ് എന്തുകൊണ്ട് ഈ സിനിമ ആ സമയത്ത് ഓടിയില്ല. കാരണം ഈ സിനിമ നീ ഇതിനു മുമ്പ് എന്റെ അടുത്ത് പറയുന്നത് വരെയും എനിക്ക് ഈ സിനിമയെ കുറിച്ച് അറിയില്ല. വീട്ടിൽ പറഞ്ഞപ്പോഴാണ് എന്റെ ഉമ്മാക്ക് മനസ്സിലായി സംഭവം. പുള്ളിക്കാരി ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഒരു സിനിമ ഉണ്ട്, നീ ഇത് ഞാൻ ഇടയ്ക്ക് കുറച്ച് ഞാൻ കണ്ടത്. അപ്പൊ പുള്ളിക്കാരി എന്റെ അടുത്ത് പറഞ്ഞു ഈ സിനിമ കണ്ടു നോക്കുന്നു പറഞ്ഞ് എനിക്ക് തന്നത്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. പക്ഷെ ഒരു ഫ്രഷ്നെസ് ആയിരുന്നു. ഞാൻ കുറെ ക്രൈം ഡ്രാമാസ് കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് മലയാളത്തിൽ നിന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫ്രഷ് സബ്ജക്റ്റ് ആയിരുന്നു ഈ സംഭവം. അത് ക്ലൈമാക്സിൽ ആ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു ഗംഭീര ട്വിസ്റ്റ് ആണ്. അത് റിവീൽ ചെയ്യുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ രണ്ടാമത്തെ ചിത്രം ഇതാണ്, ഉത്തരം. കാണാത്തവര് മസ്റ്റായിട്ട് കാണേണ്ട സിനിമയാണ്. അതേപോലെ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ അണ്ടർറേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു സിനിമയാണ് പറയുന്നത് ഇരട്ട. അതെ, ഇരട്ട. അത് രണ്ടുപേർക്കും ഒരേപോലെ തോന്നിയ ഒരു സിനിമയാണ്. കാരണം ഞങ്ങൾ കണ്ടത് വെച്ചിട്ട് ഈ അടുത്ത് ഈ അടുത്തെന്നല്ല, ഒരു
അത് 2022 23 ഇറങ്ങിയ സിനിമ. 23 സിനിമ. ഓക്കെ, ഇതിന്റെ ക്ലൈമാക്സ് വരെ തുടങ്ങല്ലേ? ഇല്ല, ഇതില്ല, ഞാൻ പറഞ്ഞത് ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതിന്റെ ക്ലൈമാക്സ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അങ്ങനത്തെ ഒരു സിനിമയാണിത്. നല്ല ഗംഭീരം. എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ പുറത്തുള്ള സിനിമകളൊക്കെ കണ്ടിട്ട്, പ്രത്യേകിച്ച് കൊറിയൻ മൂവീസ് ഒക്കെ കണ്ടിട്ട് അതിലുള്ള ട്വിസ്റ്റ് ഉണ്ടല്ലോ, ഇതിലെ ട്വിസ്റ്റ് ഉണ്ട്, അങ്ങനെ സിനിമകളിലെ ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പൊക്കി പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതൊന്നും ആരും തിയേറ്ററിൽ പോയി കാണില്ല. ഇതിന്റെ സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയാണ്. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ്. പുള്ളി തന്നെയാണ് എഴുതിയേക്കുന്നത്. പുള്ളി എഴുതിയേക്കുന്നത്. ഇതിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാല് ജോജു ആണ് ഇതില് ക്യാരക്ടർ. ഇരട്ടാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ജോജു ഡബിൾ റോളിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും പോലീസുകാരായിട്ടുള്ള കേസുമാണ്. അതും ജോജുവിന്റെ അടുത്ത് പറയാനാണെങ്കിൽ കുറെ പറയാനുണ്ട്. കാരണം ജോജു ആ രണ്ട് ക്യാരക്ടറിന് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെ തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ല, എന്താ ഡിഫറൻസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് സിനിമയിൽ. രണ്ട് ആൾക്കാരെ പോലെ തന്നെയാണ് അഭിനയിച്ചേക്കുന്നത്. ഒരാളുടെ എങ്ങനെയാണ് ക്യാരക്ടർ, അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് മറ്റേ ആളുടെ. ഒരു ക്രൈമാണ്, ഒരു ക്രൈം നടക്കുന്നു. അപ്പോ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ നിന്ന് തന്നെയാണ് സിനിമ തുടങ്ങുന്നത്. ആ ക്രൈം നടക്കുന്നു. ആ ക്രൈം നടക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞ എല്ലാ സിനിമകളെയും പോലെ തന്നെ അത് നടക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് അന്വേഷിച്ച് പോകുന്നതാണ് ഇതിന്റെ ബാക്കിയുള്ള സിനിമ. ഇതിന്റെ വൺ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇതിന്റെ സിനിമയുടെ പേരുണ്ട് ഇരട്ട. ആ ഇരട്ട എന്നുള്ള പേര് എന്താണെന്ന് ഇതിന്റെ ക്ലൈമാക്സിൽ മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇരട്ട തന്നെയാണ് ഈ സിനിമ. കറക്റ്റ് ഇരട്ട എന്നുള്ള പേര് വേറെ നമുക്ക് ചെയ്യാൻ പറ്റും, ചേരില്ല. അത് തന്നെ കറക്റ്റ് ആയിട്ട് ചേരുന്ന ഒരു പേരാണ് ഇരട്ട എന്നുള്ളത്. ആ എന്താ പറയാ, ഒരു സംഭവം നടക്കുന്നു. അപ്പൊ ആ സംഭവം നടന്നിട്ട് അതിന്റെ ബാക്കിലേക്ക് പോകുമ്പോ ഓരോ ലിങ്കും കണക്ട് ചെയ്യുന്ന ഒരു രീതി, അതൊരു രക്ഷയില്ലാതാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. എഴുത്താണെങ്കിലും ശരി, ഡയറക്ഷൻ ആണെങ്കിലും ശരി, പുള്ളി നല്ല നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ പടം ഫ്ലോപ്പ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നില്ല, ആൾക്കാരുണ്ടായിരുന്നില്ല. ഞാൻ ടിവിയിലാണ് കണ്ടത് സിനിമ. ടിവിയിലാണ് കണ്ടത് സിനിമ. ആദ്യമായിട്ട് കണ്ടത് ഞാൻ ടിവിയിലാണ്. ഞാൻ അപ്പോഴാണ് ആലോചിക്കണം, ഇങ്ങനൊരു സിനിമ ഇറങ്ങി. ആ കൂട്ടത്തിൽ ഞാനും പെടും. ഇപ്പൊ ഈ പറഞ്ഞ തിയേറ്ററിൽ പോയി കാണാത്ത കൂട്ടത്തിലെ ഒരാളെ എന്നെ തന്നെ ഞാനും കുറ്റപ്പെടുത്താറുണ്ട്. കാരണം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്, നമ്മളാരും അറിയുന്നില്ല സിനിമകൾ ഇറങ്ങുന്നത്. ഇപ്പൊ ജോജുവിനെ കൂടാതെ നമുക്ക് അഞ്ജലി ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അടിപൊളിയായിട്ട് ആ പുള്ളിക്കാലത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തമിഴ് ആക്ട്രസ് എന്നുള്ള രീതി പോലും ഇതാക്കാതെ, കാരണം ആ ലിപ് സിംഗിങ് ഇതൊക്കെ നല്ല രസമായിട്ടാണ് ഇതിൽ വന്നത്. അഞ്ജലി തമിഴാണ്, തമിഴത്തെയാണ്. പുള്ളിക്കാരത്തിന്റെ സിനിമകൾ കുറെ കണ്ടിട്ടുണ്ട്. നമ്മൾ തമിഴില് നല്ല സിനിമകൾ കുറെ ഉണ്ട്. നല്ല സിനിമകൾ കുറെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ ഇപ്പൊ പറയാനുള്ളത് എന്താ പറയാ, ഇങ്ങനെ കുറെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ വേറെ ഉണ്ട്. ഇപ്പൊ ഇരട്ട നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ തീമാണ്. മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു നമ്മൾ ഇതുവരെ മലയാളത്തിൽ കാണാത്ത ഒരു ടൈപ്പ് സ്റ്റോറിയാണ്. നമ്മള് ഇപ്പൊ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. കാരണം ആ സ്റ്റോറിക്ക് വേണ്ട തരത്തിലുള്ള എന്താ പറയാ റൈറ്റിംഗ് ആണ് ആ സിനിമക്ക് ഉള്ളത്. അപ്പൊ ആ സ്റ്റോറിക്ക് ആ സിനിമക്ക് വേണ്ട ഒരു എന്താ പറയാ, ഇപ്പോ ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ക്യാരക്ടറിനുള്ള ഇതില്ലേ ഡീറ്റെയിലിംഗ്, ആ ഡീറ്റെയിലിംഗ് നല്ല നീറ്റായിട്ട് പുള്ളിക്കാരനെ എഴുതിയിട്ടുണ്ട്. ആ ഡീറ്റെയിലിംഗ് അനുസരിച്ച് ഇപ്പോ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്യാരക്ടർ ഇപ്പൊ അവർ ട്വിൻസാന്ന് പറഞ്ഞില്ലേ, ആ ട്വിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മരിക്കുന്നത്. അപ്പൊ മറ്റേ ട്വിന് ഈ മരിച്ച ആളുടെ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് സിനിമ. അപ്പൊ ആ പുള്ളിയുടെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്, ക്യാരക്ടർ ഡീറ്റെയിലിംഗ്. അതൊക്കെ അടിപൊളിയായിട്ടാണ്, അതൊക്കെ നല്ല നീറ്റായിട്ടാണ്. ഈ സിനിമ ഇപ്പൊ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ട ഒരാളാണെങ്കിൽ ഈ സിനിമ തീർന്നതിന് നിങ്ങൾ അവിടെ നിന്ന് ഇരിക്കൂല. നിങ്ങൾ ഇരുന്നിട്ട് അതൊന്ന് പ്രോസസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം അങ്ങനത്തെ ഒരു സിനിമയാണ്. നമ്മൾ കണ്ടത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചോ. കാരണം അത് ഇങ്ങനെ പറഞ്ഞു തന്നെ കാരണം നമുക്ക് ഇതിന്റെ ട്വിസ്റ്റ് സിനിമ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ്. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ 5ാമത്തെ പിക്ക് വരുന്നത് ഇരട്ടയാണ്. സോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ നമ്മ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് നോട്ട് ചെയ്യാം. കാരണം നമുക്കൊരു നല്ലൊരു കോൺവെർസേഷൻ നടത്താനുണ്ട്. നമുക്കും നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ നമുക്കും ഒരു എന്താണ് നമുക്ക് വലിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മത് തിരുത്താം. പിന്നെ 5 മാത്രമല്ല, ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഗോകുക പെട്ടെന്ന് മനസ്സിൽ വന്നതാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ.
ഇനിയും കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.